ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ ഇന്നും ഞാനൊരു ഇഫ്താർ വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും രണ്ട് നല്ല അടിപൊളി റെസിപ്പീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് രാവിലെ നാശ്തപ്പണിയും പിന്നെ ഉച്ചക്കത്തെ ചോറിൻ്റെ പണിയെല്ലാം ഉണ്ടായിന്. കാരണം ക്ലീനിങ്ങിൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിന്. അപ്പോൾ അവർക്ക് രാവിലത്തെ നാശ്തയും പിന്നെ ചോറെല്ലാം കൊടുക്കണം. അതുകൊണ്ട് രാവിലത്തെ നാശ്തക്ക് വേണ്ടിയിട്ട് മുട്ട ബുർജി വന്നിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അങ്ങനെ മുട്ട ബുർജീൻ്റെ മസാലയെല്ലാം റെഡിയായി. ഇനി മുട്ട പൊട്ടിച്ചൊഴിക്കലാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇൻഷാല്ല ഇട്ടുതരാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. അങ്ങനെ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യലാണ്. പിന്നെ പത്തിരി എന്നിട്ട് ഉണ്ടാക്കുന്നത്. അരിപ്പത്തിരിയും മുട്ട ബുർജിയും കൊടുക്കലാണ്. പിന്നെ ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് 5ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. നോമ്പിൻ്റെ പ്രിപ്പറേഷൻസിനും അതിനെല്ലാം നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അതിന് മാഷാല്ലാ. പിന്നെ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാനും എഡിറ്റിങ്ങും. ഈ നോമ്പിൻ്റെ ചൂടും പണിയും എല്ലാം കൂടിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും അൽഹംദുലില്ലാ 5 ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്തിനി. ഇതുപോലെ തന്നെ പറ്റുമോയെന്നറിയില്ല. പിന്നെ എൻ്റെ 2-3 വീഡിയോസിന് ലാസ്റ്റ് തീരെ റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല. അതെല്ലാം കാണുമ്പോൾ സങ്കടം തോന്നും. ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് റെസ്പോൺസ് എല്ലാം ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ല എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെ റെസ്പോൺസാണ് നമുക്ക് പിന്നെയും വീഡിയോ ഇടാനുള്ള ഒരു കറേജ് കിട്ടുന്നത്. അങ്ങനെ ഇതാ പത്തിരിയെല്ലാം ചുട്ടുകഴിഞ്ഞ് ഇനി ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ജ്യൂസിനുള്ള മുന്തിരി പുഴുങ്ങലാണ്. ഇതുപോലെ കറുത്ത മുന്തിരി പുഴുങ്ങി വെച്ചാൽ നമുക്ക് 2-3 ദിവസമെല്ലാം അതന്നെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ. ഞാൻ എൻ്റെ ഡീറ്റെയിൽ റെസിപ്പി പറയാം. കുറച്ചധികം കറുത്ത മുന്തിരി എടുത്തിട്ട് നല്ല പോലെ വാഷ് ചെയ്യണം കേട്ടോ. അതിൽ കുറേ കെമിക്കൽസ് അതെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേ നേരം വെള്ളത്തിലെല്ലാം ഇട്ടിട്ട് ചെറു ചൂട് വെള്ളത്തിലിട്ടിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വെള്ളം ഇതുപോലെ മുന്തിരി കവറാവുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിക്കാൻ. എന്നിട്ട് നമുക്ക് അത്യാവശ്യം എത്രയാണ് പഞ്ചസാര വേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് ഫുള്ള് ഫ്ലെയിമിൽ തന്നെ പൂങ്ങാൻ വെക്കലാന്ന്. ഇതാ മുന്തിരി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ തിളക്കണം കേട്ടോ. തിളച്ചിട്ട് ആ മുന്തിരിയുടെ തൊലിയും ഉള്ളിലത്തെ പൾപ്പും വേറെ വേറെ രീതിയിലാണെന്നവരെ നമുക്ക് പുഴുങ്ങാൻ വെക്കുക. ഇതാ ഓരോ നിങ്ങൾ കാണുന്നില്ലേ ഇതുപോലെ മുന്തിരിയുടെ തൊലിയും പൾപ്പും വേറെ വേറെയാണ്. എന്നിട്ട് നല്ലപോലെ തിളക്കണം. ഇതാ മുന്തിരി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെക്കുക. ഇത് തണിയാൻ വേണ്ടിയിട്ട് വെക്കലാന്ന് കേട്ടോ. ഇതുപോലെ തന്നെ തണിയാൻ വേണ്ടിയിട്ട് മൂടി വെക്കുക. ഇതുപോലെ നമുക്ക് നോമ്പിൻ്റെ അല്ലാത്ത സമയം ആക്കി വെച്ചാൽ ഗസ്റ്റ് എല്ലാം വരുമ്പം നല്ലതാണ് കേട്ടോ. ഈസിയാണ് അവർക്ക് ജ്യൂസ് കൊടുക്കാനെല്ലാം ആയിട്ട് ഇതുപോലെ ആക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഇത് തന്നെ നമുക്ക് 2-3 ദിവസമെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജ്യൂസിൻ്റെ കാര്യമെല്ലാം ഏകദേശമായി. ഇനി നമുക്ക് ഒരു അടിപൊളി കറി ഉണ്ടാക്കുന്നിട്ടാ. ഇത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാക്കുന്നതാണ്. നല്ല തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച അടിപൊളി ബീഫ് കറി. അതിൻ്റെ കൂടി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെസിപ്പി ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുക്കറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് കറി വെക്കുന്നതുകൊണ്ട് കുറേ സവാളയും കുറേ തക്കാളിയൊന്നും വേണ്ട. ഒരു 2 മീഡിയം സൈസ് സവാള റഫായിട്ട് കട്ട് ചെയ്തതും ഒരു 6-8 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് കുറേ നേരം ബ്രൗൺ കളറാണ് ഒരു സോട്ടയൊന്നും വേണ്ട കേട്ടോ. ഇതൊരു ഏകദേശം ഒരു കളറായി വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂണ് ഗാർലിക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊന്നും മാറി കിട്ടുന്നവരെ നമുക്ക് സോട്ട് ചെയ്യാം. പിന്നെ മീഡിയം സൈസിൽ 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും റഫായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുക്കറിൽ തന്നെ വെന്ത് കിട്ടിക്കോളും. കറികളിൽ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം ഉപ്പ് ചേർക്കാൻ നോക്കാം കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ തക്കാളിയെല്ലാം ഒടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, വെറും മുളക് പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതൊരു 6 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി പൊടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ. നല്ല മുളക് പൊടിയാണ്. ഈ ഒരു മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് വേറെ പൊടികൾ ചേർക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഈ കഴുകിയിട്ട് ഇതുപോലെ സ്ട്രെയിൻ ചെയ്ത് വെച്ച 1 കിലോ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ ബീഫിൻ്റെ വെള്ളം തന്നെ ഇറങ്ങി വന്നോളും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിനെ മൂടിയിട്ട് കൊടുക്കുക. ഇത് നമ്മുടെ കുക്കറിൽ ഒരു 8 വിസിലാന്നവർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതുപോലെ തന്നെ മൂടി വെക്കലാന്ന് കേട്ടോ. അതിൻ്റെ വിസിലെല്ലാം പോയ പിന്നെ തുറന്നാൽ മതി. അപ്പോൾ ഇതാ വെള്ളരിക്ക മോര് കറി റെഡി ആയിട്ടുണ്ട്, ചോറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ആക്കി വെച്ച മുന്തിരി ജ്യൂസില്ലേ, അത് ഏകദേശം തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്ട്രെയിൻ ചെയ്യാം. എങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതുപോലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഇതിൻ്റെ പൾപ്പും വെള്ളവും എല്ലാം സ്ട്രെയിൻ ചെയ്ത് കളയണം. വെറും തൊലിയും കുരുവും ബാക്കിയാകുന്ന രീതിയിൽ വേണം കേട്ടോ സ്ട്രെയിൻ ചെയ്യാനായിട്ട്. നമ്മുടെ മുന്തിരി സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഭാഗം ഒരു 1/3 ഭാഗം എടുത്തിട്ട് അതിലേക്ക് നല്ലോണം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല തിക്കായ വെള്ളമല്ലേ, ഇതിൽ നമുക്ക് ഒരു 3-4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഇത് നമുക്ക് ഇന്നേക്കുള്ള ഇഫ്താറിനാണ്. ബാക്കിയുള്ള സ്ക്വാഷ് നമുക്ക് 2-3 ദിവസത്തേക്ക് മതിയാവും. അങ്ങനെ ഇത് ബീഫിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇടണ്ടേ, എന്താണെന്നറിയോ? ഉരുളക്കിഴങ്ങാണ് കേട്ടോ, പൊട്ടാറ്റോ. ഇത് 2 വലിയ 2 പൊട്ടാറ്റോ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിയാണ്. ഇതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മൂന്ന് 4 മിനിറ്റ് പൊട്ടാറ്റോവും നമ്മുടെ ബീഫെല്ലാം കുക്കായതിന് ശേഷം നമുക്ക് ഒരു വലിയ തേങ്ങയുടെ പാലില്ലേ, അതെടുത്തിട്ട് ഇതിലേക്ക് അരച്ച് കൊടുക്കുക. ഇതുപോലെ എന്നിട്ട് അരച്ച് കൊടുക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, നല്ല പോലെ തിളക്കുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ എന്തായാലും പിരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഗരം മസാല പൗഡർ ആയാലും ഓവറിട്ട അതിൻ്റെ ഒരു വേറെ സ്മെല്ലായിരിക്കും, ഇങ്ങനെ ഡാർക്ക് സ്മെല്ലായിട്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് ഇത് നല്ല പോലെ തിളച്ച് കിട്ടുന്നവരെ കൈയെടുക്കാണ്ട് വേണം കേട്ടോ ഇളക്കാൻ. ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തത് കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവട്ടെ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണേ. അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ നെയ്ച്ചോറാണ് കേട്ടോ. നല്ല റെസിപ്പിയാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള ഇല്ലേ, അത് നല്ല ഫൈനായിട്ട് ആദ്യം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സവാള കട്ടിങ്ങും കഴിഞ്ഞ് അരി നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒട്ടും എണ്ണ ചേർക്കുന്നില്ല, വെറും നെയ്യ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റും നല്ലൊരു മണമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരു 4-5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നെയ്യ് നല്ല പോലെ ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ നേരിങ്ങനെ കട്ട് ചെയ്ത സവാള ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ സവാള ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. പിന്നെ സവാളയുടെ കളറും മാറാൻ പാടില്ല. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കളർ തന്നെ മാറിപ്പോവും.
അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഈ നെയ്യും സവാളയൊക്കെ കൂടി നല്ല പോലെ ഒരു മണമൊക്കെ വരുമ്പം അതിലേക്ക് ഒരു 4-5 ഏലക്ക ഇട്ട് കൊടുക്കുക. ഇടിയോടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 6-7 കറാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സവാള ഓവർ കുക്ക് ചെയ്യേണ്ട കേട്ടോ. ഇതൊക്കെ കൂടി ഒന്ന് നല്ല പോലെ മിക്സായി വരുമ്പം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിൽ വെള്ളം എന്നിട്ട് എടുക്കുന്നത്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞ് ഈ വെള്ളം നല്ല പോലെ തിളച്ച് വരുന്നവരെ നമുക്ക് മൂടി വെക്കാം. അങ്ങനെ ഇതാ വെള്ളം കണ്ടില്ലേ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് നേരത്തെ കഴുകി വെച്ച അരിയില്ലേ അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ അരിയിട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പൂ പോലെയില്ല നല്ല സോഫ്റ്റ് നെയ്ച്ചോറ് കിട്ടും. നമ്മുടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് ഓരോരോ നെയ്ച്ചോറ് ഇങ്ങനെ കട്ട പിടിച്ചിട്ടില്ലേ, അതില്ലാണ്ട് ഉതിർന്ന് കിട്ടുന്ന നെയ്ച്ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഫുള്ള് ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇതിന് മൂടി വെക്കാനും പാടില്ല. അങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒന്ന് വറ്റി വരുമ്പം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കുക. കണ്ടില്ലേ ഇതുപോലെ വെള്ളം വറ്റി വരുമ്പം ഒന്ന് ഇളക്കിയിട്ട് ഇപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് ആകുമ്പം മൂടി തുറന്നിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി മുതലേ ഇളക്കി കൊടുക്കണം. എല്ലാ സൈഡും ഒന്ന് ഇളക്കിയിട്ട് ഒരുപോലെ ആക്കിയിട്ട് അതേപോലെ മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടിയാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മുടെ നല്ല അടിപൊളി നെയ്ച്ചോറ് റെഡിയാവും. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡിയായി. പിന്നെ നെയ്ച്ചോറും റെഡിയായി. ഇനി നേരത്തെ നമ്മളാക്കി വെച്ച മുന്തിരി ജ്യൂസില്ലേ അത് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇഫ്താറിൻ്റെ സമയമാവാനായി. ഇനി നമുക്കിതൊരു ജഗ്ഗിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഇത്രയുള്ളൂട്ടോ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ ഇതുപോലത്തെ വ്ളോഗും റെസിപ്പീസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. റമദാൻ മുബാറക്.